വേഗം മമ്മി, എനിക്ക് വിശക്കണു. ദേ റെഡിയായി, മോളിരുന്നോ. മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ, ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. ഇല്ല, മോഹൻ ഇരുന്നോ. വിശന്നു അല്ലേ? നിധി എവിടെ? ചേച്ചി ഫുഡ് റെഡി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിൽ 100-300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്ക്. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാ പറയണത്, വിവരമുള്ളവർ പറയുമ്പോ അനുസരിക്കണം. വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി നിൽക്കാൻ. ഇപ്പൊ ചമ്മീപ്പ സമാനമല്ലോ. പോട്ടെ പോട്ടെ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ടൈമിംഗ് ആടാ ബെസ്റ്റ് ടൈമിംഗ്. നോക്കിയും കണ്ടൊക്കെ ചവിട്ടോട്ടാ, നാട്ടുകാരെ വിട്ടും ഓടാ വെള്ളപ്പന്നി. ചുമ്മാ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഇവനെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പാക്ക് ചെയ്യാൻ പോവാ നിധി, അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഇവിടെ നോക്കടാ, അവിടെ ഇഷ്ടം പോലെ +2 സ്കൂളുകളുണ്ട്. ഇനി അവിടെ പഠിച്ചാ മതി മോൻ. എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഒരു നേരം വീട്ടിൽ കാണൂല. പോരാത്തതിന് ഈ കുട്ടി റൊമാൻസും. എന്നെ ഭരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എനിക്കത് ഇഷ്ടമല്ല. എന്താടാ ഭരിച്ചാല്? നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാ ഞാൻ. എപ്പോഴും അതിങ്ങനെ പറയണം. ഒന്നുമില്ലേലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കാന്ന് വെച്ചാ പോടാ അവിടുന്ന്. നിങ്ങൾ ഇരുന്ന് വഴക്കൂട, ഞാൻ പോവാ. പിന്നെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അത് ചുമ്മാതെ ചേച്ചി, ഞങ്ങൾ തമ്മിൽ തിക് റൊമാൻസാ. നുണയാ ചേച്ചി. ഞാൻ പതുക്കെ ആ കൊച്ചിനെ വീഴ്ത്തിക്കൊണ്ടുവരുമായിരുന്നു. നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇപ്പൊ ചേച്ചിക്ക് സമാനായല്ലോ. 5 വയസ്സ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവ കാര്യങ്ങളിലെ 5 പൈസയുടെങ്കിലും വിവരം വേണം, വിവരം. മോളെത്തിയോ? പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. പപ്പയ്ക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ അങ്ങ് പോന്നു. പിന്നെ ഇവളുമായി കുറച്ചു നേരം കളിക്കാന്ന് കരുതി. അല്ല മോളെ? ഇതുവരെ യൂണിഫോം മാറ്റില്ലേ നീ? വന്നേ. എന്താ നിധി ഇത്? ഇവളെയും കൊണ്ട് നീ ഇതെങ്ങോട്ടാ പോയത്? പപ്പ വിളിച്ചു പറഞ്ഞു. സനയുടെ വീട്ടിൽ പോയതാ, നോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. എവിടെ പോകുകയാണേലും പപ്പയോട് പറഞ്ഞിട്ട് പോയിക്കൂടെ? സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് ചേച്ചിയുടെ മുടി ശരിയല്ല മമ്മി. മിസ്സിന്റെ അടി കിട്ടിയെന്നാ തോന്നുന്നേ. എനിക്കൊന്നും അടി കിട്ടിയില്ല. ആ പോട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലേ. അല്ലെങ്കിൽ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, ഡ്രൈവറോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം. വരട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇനി എന്തായാലും മമ്മിയുടെ കൂടെ പോവാം. കുറച്ചു നാളായി ഷോപ്പിൽ വന്നിട്ട്. ഹായ് പ്രീതാന്റി.
ചെറുക്ക, ഞാൻ ഇന്നൊരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോവാ. അതിന് ഞാൻ എന്തോണം തല കുത്തിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോ. ഞാനില്ലേ, ആ ഉണക്ക പ്രോഗ്രാം ടി വിയിൽ പറഞ്ഞ ദിവസം പറഞ്ഞാ മതി. അന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പറയാനാ, അബദ്ധത്തിനൊന്നും ടി വി ഓൺ ചെയ്ത് കളയല്ലേ എന്ന്. ഓക്കെ, എന്റെ ഉണക്ക പ്രോഗ്രാമിന് എന്തായാലും ഒരാൾ കാണും. അതാര്? ഞാൻ അയാൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു മരമണ്ടൂസും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി പോയിട്ട് വരട്ടെ ചക്കരക്കുട്ട. വരുമ്പോ ചിലപ്പോ സന്ധ്യയാവും. നിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഒരു സ്കൂളില് അവരുടെ ജൂബിലിയാ. അച്ഛമ്മേ, ഞാൻ പോവാട്ടോ. ഈ ചെറുക്കനെ ഇന്ന് പുറത്തേക്ക് വിടണ്ട, അവർ റെസ്റ്റ് എടുക്കട്ടെ. ആ വാതിലൊക്കെ അടിച്ച് കുറ്റിയിട്ടേക്ക്. എന്താ ഇനി കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ഈ ചെറുക്കന്റെ ഓരോ വട്ട്. ഏത് സ്കൂളിലെ ചേച്ചി? സത്യം പറ. എന്റെ അനിയച്ചാരുടെ ഒരു ഗേൾ ഫ്രണ്ട് പഠിക്കുന്നുണ്ട് ആ സ്കൂളില്. അത്രേ അറിയൂ. അയ്യോ, ഞാനുണ്ട്. ഏയ്, ഇത് ഉണക്ക പ്രോഗ്രാമാ, മോൻ വരണ്ട. എന്തുടക്കായാലും വേണ്ടൂല, ഞാനുണ്ട്. എന്റെ പൊന്നേച്ചിയല്ലേ, ഒരു 2 minutes ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ ദേ എത്തി. ഓ, എന്തൊരു സ്നേഹം പൊന്നേച്ചി. ആദ്യം എന്തായിരുന്നു ജാട? അത് കാര്യം അറിയണ്ടല്ലേ ചേച്ചി. സോറി. ഇങ്ങനെ സോറി പറഞ്ഞാ പോരാ, കാല് പിടിച്ച് സോറി പറയടാ. അത് വേണോ? വേണം, പിടിയടാ. സോറി സോറി സോറി. ശരി, കേറ്. അയ്യോ, ഡ്രസ്. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ G9 മിസ്സസ് അന്ന കുര്യന്റെ ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിവാസമല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സിസ് അന്ന കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് വർഷം 7 ആയെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2ാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്, അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത് സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം, ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്. അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഓ പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ? വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണു പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കുക. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയേ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. പോ. ഞാൻ പോയാൽ
നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ. എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചെലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്നതിന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ? എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയാ എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത്. അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്ക് എന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്. When a constant force F acting on a mass m change its velocity from u to v in traveling a distance s, then work done is equal to f into s. നീ വരുന്നില്ലേ? നിധി, വാട്ട്സ് റോങ് വിത്ത് യു? കുട്ടി ഏത് ലോകത്താ? ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? സോറി മാം, ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യു ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്ത് ഭാവിച്ച കുട്ടി? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ? വന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും വീക്ക് സ്റ്റുഡന്റ് ആയിരിക്കും ഇയാള്. എന്താ പറ്റിയത് കുട്ടിക്ക്? നത്തിങ്, നത്തിങ് മാം, സോറി. എന്തോ ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടി കൂടി വരാ. വീട്ടിലേക്ക് പോവാനെ തോന്നണില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. Now I am ashamed of you. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും അല്ലേ മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും.